മനോഹരിയായ വെള്ളിയാറിൻ്റെ തിരുമുറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മേലാറ്റൂർ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് നാടിൻ്റെ രുചിപ്പെരുമയുടെയും പുകൾപ്പെട്ട സാംസ്കാരിക തനിമയുടെയും തിലകക്കുറിയായി രാജ്യാന്തര നിലവാരത്തോടെ സന്തോഷ് ബേക്സ് ആൻഡ് റെസ്റ്റോറൻറ്റ് തുറന്ന് പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നു. സന്തോഷ് ബേക്സിൽ ഏറ്റവും ആധുനിക യന്ത്രങ്ങളുടെ സഹായത്തോടെ ഗുണനിലവാരവും ശുചിത്വവും ഉറപ്പുവരുത്തി ബേക്കിങ്ങിൽ 4 പതിറ്റാണ്ട് നീണ്ട അമൂല്യമായ രുചി അറിവുകളുടെയും രുചിപ്പെരുമയുടെയും അനുഭവ സമ്പത്തിൽ സ്വന്തം പാചകപ്പുരയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഷവർമ, ഷവായ, അൽഫാം, മന്തി ഉൾപ്പെടെ ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ ഭക്ഷണ വിഭവങ്ങളുടെയും തനി നാടൻ രുചിക്കൂട്ടിലുള്ള വിഭവങ്ങളുടെയും കലവറയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പെരിന്തൽമണ്ണയിൽ നിന്ന് 12 കിലോമീറ്ററും പാണ്ടിക്കാട് മണ്ണാർക്കാട് നിന്ന് 24 കിലോമീറ്ററും മഞ്ചേരിയിൽ നിന്ന് 23 കിലോമീറ്ററും കാളികാവിൽ നിന്ന് 20 കിലോമീറ്ററും കരുവാരകുണ്ടിൽ നിന്ന് 10 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം. കോഴിക്കോട് പാലക്കാട് യാത്രയ്ക്ക് ദൂരം കുറഞ്ഞ വഴി കടന്നു പോകുന്നത് മേലാറ്റൂരിലൂടെയാണ്. ഷൊർണൂർ നിലമ്പൂർ റെയിൽപാത കടന്നു പോകുന്നതും മേലാറ്റൂരിലൂടെയാണ്. ഗുൽമൊഹർ പൂക്കൾ കൊണ്ട് പരവതാനി വിരിച്ച് മണ്ണിലും വിണ്ണിലും വസന്തം വിരിയിച്ച രാജ്യത്തെ തന്നെ ഏറ്റവും മനോഹരിയായ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രുചിപ്പെരുമകളുടെ ഈ അത്ഭുത ലോകത്തേക്ക്, അതെ, സന്തോഷ് ബേക്ക് ഹൗസിലേക്ക് കുറഞ്ഞ ദൂരം മാത്രമേയുള്ളൂ. മേലാറ്റൂർ ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്ത് മണ്ണാർക്കാട് റോഡിൽ പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡ് ജംഗ്ഷനിൽ ആവശ്യമായ പാർക്കിംഗ് സൗകര്യത്തോടു കൂടിയാണ് കാറ്ററിംഗ്, പാർട്ടി ഓർഡർ, പാർസൽ ഡെലിവറി സംവിധാനങ്ങളോടെയുള്ള ഈ മഹാസംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. തികഞ്ഞ സംതൃപ്തിയോടെ, നിറഞ്ഞ സന്തോഷത്തോടെ 1000 നാവുകളുമായാണ് അവരെല്ലാം സന്തോഷ് ബേക്കിനെ കുറിച്ചും പിന്നെ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള സന്തോഷ് സംരംഭങ്ങളെ കുറിച്ചുമെല്ലാം പറയുന്നത്. മേലാറ്റൂരിന്റെ തിരുമുറ്റത്ത് വെള്ളിയാറിന്റെ തീരത്ത് സന്തോഷ് ബേക്സ് രുചിഭേദങ്ങളുടെ വൈവിധ്യങ്ങൾ ഒരുക്കി ഭക്ഷണ സാധനങ്ങളുടെ കലവറ തന്നെ ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. ഈ പ്രദേശത്തുകാർക്കും നാട്ടുകാർക്കും വളരെ സന്തോഷകരമായ സമയമാണ്. ഗോൾഡൻ ഈ കണ്ട് പഠിക്കേണ്ട തിന്നാൻ എന്തൊക്കെ നോക്കി അതിനനുസരിച്ച് ഗുണമേന്മയും മനോഹരമായ സന്തോഷ് ബേക്ക് ഹൗസിൽ ഉദ്ഘാടനത്തിന് വന്നത് സന്തോഷം. എനിക്ക് തോന്നുന്നു മേലാറ്റൂർ ഏറ്റെടുത്തൊരു കടയായിരുന്നു. നന്നായി പോകട്ടെ. ഭക്ഷണമാണല്ലോ, അത് നല്ല ഹാർഡ് വർക്കുള്ള ഒരു ഏരിയ തന്നെയാണ്. ഇവരുടെ ഡെഡിക്കേഷൻ എല്ലാ വിജയാശംസകളും. സന്തോഷ് ബേക്കറിയുടെ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്, പക്ഷേ തൃശ്ശൂരിൻ്റെ ക്വാളിറ്റി ചിലപ്പോൾ അതിനാണ് കുറച്ചുകൂടി നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഒരു 10-40 വർഷമായിട്ട് മേലാറ്റൂര് വന്നതാണ്. എന്താണെങ്കിലും ഓരോ ദിവസവും ഉന്നമനത്തിൽ പോകുന്ന ഒരു സ്ഥാപനമാണ്. വളരെ സന്തോഷമുണ്ട്, നല്ല ഹാപ്പിയാണ്. ഞങ്ങളുടെ നാടിന് നല്ലൊരു ബേക്കറിയും ഹോട്ടലോ കൂടി തുടങ്ങിയ മേലാറ്റൂരിൻ്റെ ഒരു പുരോഗതി കാരണമാണ് സന്തോഷ് ബേക്കറി. പണ്ട് കാലം മുതലേ ഉള്ള ഒരു സ്ഥാപനമാണ്. അത് വൈഡാക്കിയിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് തുറന്നിട്ട് കൊടുത്തിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. സന്തോഷ് ബേക്കറിനെ കുറിച്ച് ഒന്നും പറയല്ല. അത്രയും കാലമായിട്ട് എക്സ്പീരിയൻസ് ഇല്ലവരാണ്. മേലാറ്റൂരിൻ്റെ മുഖച്ഛായ വീണ്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ
സന്തോഷ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മേലാറ്റൂരിന്റെ പുരോഗമനത്തിൽ വളരെയധികം ഇപ്പോഴത്തെ ആളാണ്. അപ്പോൾ അവരെ ഏത് പ്രൊഡക്റ്റും അത്രയധികം ഹൈലി ക്വാളിഫൈഡ് ഇതാണ്. അതായത് മേലാറ്റൂരിന്റെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഓവറോൾ ഡെവലപ്മെന്റ്സിന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ഒരു ഗ്രൂപ്പാണ് സന്തോഷ്. അപ്പോൾ ആ സന്തോഷ് ഗ്രൂപ്പിനെ എല്ലാം കൊണ്ടും എല്ലാവരും വിജയിപ്പിക്കേണ്ടത് എല്ലാവരും ആവശ്യം. നാട്ടിൽ അത്രയധികം പുരോഗമനം ഇവർ വഴി കോട്ടയത്തിലൊക്കെ വന്ന ശേഷം ഇവർ വഴി കിട്ടിയിട്ടുണ്ട്. ബേക്കറി വളരെ ഹാപ്പിയാണ്. നല്ല ഇഷ്ടപ്പെട്ടതാണ് ഇവിടെ. പിന്നെ ഞങ്ങളിവിടെ എവിടെ കണ്ടിട്ടില്ല. മേലാറ്റൂരിലല്ല, മലപ്പുറം ജില്ലയിൽ തന്നെ കാണാത്തൊരു ബേക്കറിയാണ്. വളരെ ഒരുപാട് കാലത്ത് പാരമ്പര്യമുള്ളവർ നല്ല പരിചയം. സ്വദേശത്തും പിന്നെ കടൽ താണ്ടി വിദേശ രാജ്യങ്ങളിൽ പോലും പേരും പെരുമയും നേടിക്കൊണ്ടിരിക്കുന്ന ബേക്കറി ഉൽപ്പന്നങ്ങൾക്കും രുചിയൂറുന്ന ഭക്ഷ്യ വിഭവങ്ങൾക്കുമായി സന്ദർശിക്കൂ സന്തോഷ് ബേക്സ്. கண்மணி அன்போடு காதலன் ஆடியது கடிதமே பொன்மணி உன் வீட்டில் சௌக்கியமா நான் இங்கு சௌக்கியம்